ഭക്ഷണത്തിനോടുള്ള അലർജി പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ കൂടുതലും വെസ്റ്റേൺ പോപ്പുലേഷൻ യു എസിലും പിന്നെ യൂറോപ്പിലൊക്കെയുള്ള പിള്ളേരിലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള പിള്ളേർക്കൊക്കെ ഫുഡ് അലർജി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഫുഡ് അലർജിക്ക് ഭക്ഷണത്തിനോടുള്ള അലർജിക്ക് കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ ഒരു മെയിൻ കാരണം ആൻറ്റിബയോട്ടിക് ഓവർ യൂസേജ് ആകാം. അതായത് ആൻറ്റിബയോട്ടിക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നതല്ല, നല്ല കുറേ സ്റ്റഡീസ് ഇപ്പം കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ടുള്ളതാണ്. അതിലൊന്നാണ് 2020 ജാമ ജേണലിൽ പബ്ലിഷായത്. പിന്നെ 2015 ഒരു ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ അലർജി എന്ന് പറഞ്ഞ ജേണലിൽ പബ്ലിക്കേഷനുണ്ട്. അലർജി എന്ന് പറഞ്ഞാൽ വളരെ അലർജിയിൽ പ്രസക്തിയുള്ള ജേണലിലും ആ പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയ ഉണ്ട്, ഗുഡ് ബാക്ടീരിയ. ആ ഗുഡ് ബാക്ടീരിയ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് കഴിക്കേണ്ടി വരുന്ന പിള്ളേരിൽ, അങ്ങനെ കഴിക്കാത്ത പിള്ളേർ വെച്ച് നോക്കുമ്പോൾ ഈ ഗുഡ് ബാക്ടീരിയ കുറവാണ്. അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയ ഇല്ലാത്ത പിള്ളേരിൽ ഈ അനാവശ്യമായിട്ട് ഫുഡിനോട് റിയാക്ട് ചെയ്യുകയും അലർജിയായി മാറുന്നുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 50% ആൻറ്റിബയോട്ടിക് നമ്മൾ ആവശ്യമില്ലാതാണ് കഴിക്കുന്നത്. അതായത് പലപ്പോഴും പനിയും ഒക്കെ എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആകാം, അതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി മുതൽ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുക.